ഗൈസ് ഇതിൻ്റെ പേര് ഈ കിളികളുടെ പേര് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിളിച്ച പേര് ഇട്ട പേര് തൊപ്പിക്കിളി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഭയങ്കര കഥയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ ചെറിയൊരു ചെടി ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെടി ഉണ്ട്. ആ ചെടീനകത്ത് മുട്ട ഇട്ടിട്ട് ചെറിയ കുട്ടികൾ വരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലത്തെ പിള്ളേർ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയ പൈതമക്കളല്ലേ അവരുണ്ടോ പിന്നെ അതിനെ വെറുതെ വിടുക. ആ കൂടോണ്ട് നശിപ്പിച്ച് ഇല്ലാണ്ടാക്കി. അവസാനം ഞാൻ എന്താക്കിയത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൂച്ചന് മറ്റേ ഇടുന്നൊരു കൂടുണ്ടായിരുന്നു, ഇരുമ്പിൻ്റെ ചെറിയ നെറ്റ് പോലത്തെ കൂട്. ആ കൂട് മേളിൽ കെട്ടി തൂക്കിയിട്ട് പിന്നെ അതിൽ വെച്ച് പിന്നെ തള്ള വന്ന് തീറ്റ കൊടുക്കാൻ തുടങ്ങി. കണ്ട തള്ളയുടെ തലമുണ്ട് ഒരു തൊപ്പി പോലെ. അതുകൊണ്ട് ഞാൻ തൊപ്പിക്കിളി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ആ മകളി ഒരു സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യുമ്മ വന്നിരുന്നിട്ടാണ് ഭക്ഷണം കൊടുത്തത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിളി എൻ്റെ കയ്യുമ്മ വന്നിരുന്നിട്ട് കൊടുത്തത്. പക്ഷെ അത് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേളിലാണ് കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പറന്ന് നേരെ താഴെ വന്നിരിക്കും. പിന്നെ ഞാൻ എടുത്ത് മേളിൽ വെക്കും. വല്ല പൂച്ച വന്ന് പിടിക്കേണ്ട വെച്ചിട്ട് എൻ്റെ വീട്ടിലത്തെ മിന്നും റോക്കിയും രണ്ടാളും ഓടി വരാൻ നോക്കി ഇവരെ കണ്ടിട്ട് കടിക്കാൻ. റോക്കിക്കായിരുന്നു ഭയങ്കര ഇത്. അങ്ങനെ അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ പറന്നുപോയി. പറക്കാൻ പ്രായമായപ്പോൾ പറന്നുപോയി. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുത്ത് വന്ന് എൻ്റെ കയ്യുമ്മൊക്കെ ഇരുന്നിട്ട് ഒരു സമയത്ത് ഫുഡൊക്കെ കൊടുത്തത്. ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഒരു ആദ്യമായിട്ട് ഒരു നമ്മൾക്ക് കിട്ടുന്നൊരു ഒരു ഹാപ്പിനെസ് അല്ലേ, ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കൂട്ടിലിട്ട് വളർത്തണം എന്നാണ്. പക്ഷേ അതിന് ഒരു ഫ്രീഡം ഉണ്ട്, ആ ഫ്രീഡം നമ്മൾ ഇല്ലാണ്ടാക്കിയില്ലേ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ പറന്നു പോയി. പിന്നെ 2 ദിവസമൊക്കെ ഞാൻ പോയി നോക്കും വന്നിരിക്കുന്നുണ്ടോ മരത്തിൻ്റെ മുകളിലൊക്കെ. പിന്നെ അത് കാണാണ്ടായപ്പോൾ പിന്നെ ഞാൻ അതിനെ വിട്ട്.